ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സേവ ചാറ്റ് ബോട്ട്, ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ, ലോക് അദാലത്ത്, ILO, പ്രൊജക്ട് ടൈഗർ, പ്ലേസസ് ന്യൂസ് ആയിട്ട് വെനസ്വേല. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സേവ ചാറ്റ് ബോട്ടിനെ കുറിച്ചാണ്. സോ ഈ സേവ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി സെബി റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ചാറ്റ് ബോട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു ചെറിയ വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് മനസ്സിലാക്കുക, സെബി ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സേവ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് എന്നാണ്. ഓക്കെ, സോ ഇതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോൺവേഴ്സേഷൻ പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഇന്റൻഡഡ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സെബി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോൺവേഴ്സേഷൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചാറ്റ് ബോട്ടാണ് ഈ സേവ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ബേറ്റ വേർഷനകത്ത് ഈ ജനറേറ്റഡ് റെസ്പോൺസസ്, സ്പീച്ച് ടു ടെക്സ്റ്റ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു സ്പീച്ച് ഫങ്ഷൻസ് ഒക്കെ ഈ ഇതിന്റെ ബേറ്റ വേർഷനകത്ത് ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ബീറ്റ വേർഷനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അത് കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെബി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ നിലവിൽ ബേസിക്കലി ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാസ്റ്റർ സർക്കുലേഴ്സ്, ഗ്രീവൻസ് റീഡ്രസൽ പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഈ ചാറ്റ് ബോട്ടിനകത്ത് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് ഇനി വരുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ, യൂസേഴ്സിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് വരുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് അഡീഷണൽ ഫീച്ചേഴ്സും കൂടി ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ആര് റിലീസ് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട്, ആരാണ് ഇതിന്റെ ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ അത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലിനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ബേസിക്കലി ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ പർച്ചേസ് ചെയ്യാൻ പോകുന്ന MQ-9B എന്ന് പറയുന്ന ഡ്രോണുകളെ കുറിച്ച്. അപ്പൊ ഈ MQ-9B ഡ്രോണുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് US സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ പെർമിഷൻ കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ MQ-9B കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ടോപ്പിക്ക് ഇതിനകത്ത് കവർ ചെയ്യാത്തത് എന്നുകൂടി മനസ്സിലാക്കുക. സോ ബേസിക്കലി ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത് 1999 കാർഗിൽ യുദ്ധത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അവരുടെ ഒരു റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് റിഫോമിംഗ് ദ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2001 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് ഈ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ എന്ന് മനസ്സിലാക്കുക. സോ നമ്മുടെ ഇന്ത്യയിൽ ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട്, എസ്പെഷ്യലി ഡിഫൻസ് സെക്ടറിനകത്ത് നമ്മുടെ ആംഡ് ഫോഴ്സസിനും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനും വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ പ്രൊക്യൂർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ബോഡിയാണ് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ എന്ന് മനസ്സിലാക്കുക. സോ ഇതിനെ ഹെഡ് ചെയ്യുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഇനി ഇത് കൂടാതെ ഈ ആംഡ് ഫോഴ്സസിന്റെ ഹെഡുമാർ, അതായത് ആർമി, നേവി, എയർഫോഴ്സിന്റെ ഒക്കെ ഹെഡുമാർ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും മറ്റുള്ള റെലവന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് എന്നിവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ എന്ന് മനസ്സിലാക്കുക. ഇനി അവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആയുധം പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 15 years ലോങ് ടേം ഇന്റഗ്രേറ്റഡ് പെർസ്പെക്റ്റീവ് പ്ലാനുകൾ അല്ലെങ്കിൽ LTIPP ഉണ്ടാവാറുണ്ട് ഡിഫൻസ് ഫോഴ്സസിന് വേണ്ടിയിട്ട്. അതിനുള്ള പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ അക്വിസിഷൻ പ്രൊപ്പോസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് അക്സെപ്റ്റൻസ് കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് അക്വിസിഷനകത്ത് ഒരുപാട് മോഡ്സ് ഓഫ് ഡിഫൻസ് അക്വിസിഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബൈ എന്ന് പറയും. അതുപോലെ തന്നെ ബൈ ആൻഡ് മേക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ മേക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റഗറൈസേഷൻ ഒക്കെ ചെയ്യുന്നത് ബേസിക്കലി ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഡിഫൻസ് അക്യൂസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിംഗിൾ വെൻഡർ ക്ലിയറൻസ്, അതുപോലെ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫൻസ് അക്യൂസിഷന്റെ കേസിൽ വരുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. അതുപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെന്റുകളുടെ ഫീൽഡ് ട്രയൽ ഇവാലുവേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡിഫൻസ് അക്യൂസിഷൻ കൗൺസിലാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലോക് അദാലത്തുകളെ കുറിച്ചാണ്.
അപ്പൊ ഈ ലോക് അദാലത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 10 സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള ലോക് അദാലത്തിനെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് പഠിക്കുന്ന ഒരു ഏരിയയാണ് ഈ ലോക് അദാലത്തുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സോ ഈ ലോക് അദാലത്തുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റീഡ്രസൽ മെക്കാനിസം ആണ്. ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റീഡ്രസൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ തർക്കങ്ങളും പരാതികളും ഒക്കെ പരിഹരിക്കുന്നത് കോടതികളിലൂടെയാണ്. നോർമലി അതാണ് ഡിസ്പ്യൂട്ട് റീഡ്രസൽ മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ പറയുന്ന ചെറിയ പെറ്റി കേസുകളോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കേസുകളൊക്കെ ഒരുപാട് പെൻഡിങ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് ഇത് വലിയ രീതിയിലുള്ള ബോട്ടിൽ നെക്കുകൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബാക്ക്ലോഗ് ഓഫ് കേസസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനും കുറച്ചും കൂടി ഒരു സ്പീഡി ഈ പറയുന്ന ഡിസ്പ്യൂട്ടുകളൊക്കെ ഒരു സ്പീഡി റീഡ്രസൽ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് പണ്ട് കാലം തൊട്ടേ നമ്മുടെ ഇന്ത്യയിലുള്ള, അതായത് ഈ ശരിക്കുള്ള കോടതികളൊക്കെ വരുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവമാണ് ഈ അദാലത്തുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ചില ആൾക്കാർ ചേർന്നുകൊണ്ട് ഈ തർക്കത്തിൽപ്പെട്ട് കിടക്കുന്ന 2 വിഭാഗം ആൾക്കാരെയും ഒരുമിച്ചിരുത്തി കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടി. അതിനെ ഒരു ഫോർമലി നടത്തുന്നതിനെയാണ് നമ്മൾ ലോക് അദാലത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ കോടതികളിൽ പെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോടതികളിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രീ ലിറ്റിഗേഷൻ സ്റ്റേജിലൊക്കെ ഉള്ള കേസുകൾ ഒരു കോംപ്രമൈസിലൂടെ അല്ലെങ്കിൽ അമിക്കബിളി സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റീഡ്രസൽ മെക്കാനിസമാണ് ലോക് അദാലത്തുകൾ എന്ന് മനസ്സിലാക്കുക. സോ ഇത് ഇന്ത്യയിൽ പണ്ട് കാലം തൊട്ടേ ഉള്ള ഒന്നാണെങ്കിലും ഇതിന് ഒരു ലീഗൽ സാങ്ക്ടിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കിട്ടുന്നത് 1987 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിലൂടെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമസഹായമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതുപോലെ തന്നെ സുപ്രീം കോടതി തൊട്ട് ഏറ്റവും താഴത്തേക്ക് നമ്മുടെ സെൻട്രൽ തൊട്ട് ഏറ്റവും താഴത്തേക്ക് താലൂക്ക് വരെയുള്ള ലോക് അദാലത്തുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ലോക് അദാലത്തുകളിൽ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ ആളുകൾക്ക് ലോക് അദാലത്തിന്റെ മുന്നിലെത്തിക്കാം. അപ്പോൾ ലോക് അദാലത്ത് എന്ത് ചെയ്യും? ഈ പറയുന്ന ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസിനെ ഒരുമിച്ചിരുത്തിയിട്ട് അവർക്കിടയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിട്ട് അത് ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം ഇതൊരു അവാർഡായിട്ട് കൊടുക്കും. അപ്പോൾ നോർമലി ഇതൊരു കോടതി വർക്ക് ചെയ്യുന്നത് പോലെയല്ല ലോക് അദാലത്തുകൾ വർക്ക് ചെയ്യുന്നത്. ഈ ലോക് അദാലത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിസിഷൻ വരികയല്ല, പെട്ടെന്നൊരു, അതായത് ഇവർ 2 കൂട്ടരുടെയും വാദം കേട്ടൊരു ഡിസിഷൻ വരികയല്ല ചെയ്യുന്നത്. പകരം ഇവിടെ വർക്ക് ചെയ്യുന്നത് കോംപ്രമൈസ് ആണ്. ഓക്കെ, അതായത് അമിക്കബിളി സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ 2 പാർട്ടികളും ഒരു സെറ്റിൽമെന്റിൽ എത്തിയതിനു ശേഷം അത് ലോക് അദാലത്ത് അവരുടെ ഡിസിഷനായിട്ട് അല്ലെങ്കിൽ അവരുടെ അവാർഡായിട്ട് പ്രൊനൗൺസ് ചെയ്യും. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക് അദാലത്ത് അവരുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു അവാർഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് ബൈൻഡിങ് ആണെന്ന് മനസ്സിലാക്കുക. അതൊരു സിവിൽ കോർട്ടിന്റെ ഡിഗ്രിക്ക് സമാനമാണ്. ലോക് അദാലത്തിന്റെ അവാർഡ് അത് ഫൈനലാണ്, അതുപോലെ ബൈൻഡിങ് ആണ്. അതായത് ലോക് അദാലത്തിന്റെ ഡിസിഷൻസ് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റില്ല. അത് പിന്നീട് നമുക്ക് ഇതിനെതിരായിട്ട് അപ്പീൽ പോകാൻ പറ്റില്ല. കാരണം 2 കൂട്ടരും അംഗീകരിച്ചിട്ടുള്ള ഒരു അമിക്കബിളി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിന് മുകളിൽ അപ്പീൽ പോകാൻ പറ്റില്ല. അതിനകത്ത് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ആ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ ലോക് അദാലത്തിന്റെ അവാർഡ് വന്നതിന് ശേഷം തോന്നുകയാണ് ഇത് അവർക്ക് അൺഫെയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? ഇതിനെതിരായിട്ട് ലിറ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നോർമൽ കോടതികളിലോട്ട് സാധാരണഗതിയിൽ ഒരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലാതെ ലോക് അദാലത്തിന്റെ വിധിനെ നമുക്ക് എവിടെയും അപ്പീൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ലോക് അദാലത്തിനകത്ത് ഈ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കോടതികളിലാണെങ്കിൽ അവരെ നമ്മൾ ജഡ്ജിമാരെന്നോ മജിസ്ട്രേറ്റ്മാരെന്നൊക്കെ വിളിക്കും. പക്ഷെ ലോക് അദാലത്തിന്റെ കേസിൽ അവർ വിളിക്കുക മെമ്പേഴ്സ് ഓഫ് ദി ലോക് അദാലത്ത് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ ബേസിക്കലി സ്റ്റാറ്റ്യൂട്ടറി കൺസിലിയേറ്റേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ജുഡീഷ്യൽ റോള് വഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ജഡ്ജിമാരെ പോലെ ഇവരൊരു ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യുന്ന ആൾക്കാരല്ല. 2 ഭാഗത്തിന്റെയും വാദം കേട്ട് ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യല്ല ചെയ്യുന്നത്. പകരം ഇത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീഡിയേറ്റേഴ്സിനെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇനി പറയുന്ന ലോക് അദാലത്തിനകത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏതെങ്കിലും കോടതികളുടെ മുന്നിൽ പെൻഡിങ് ആയിട്ടുള്ള കേസ്. ഇനി രണ്ടാമതായിട്ട് ഏതെങ്കിലും കോടതിയുടെ മുന്നിൽ പോകാൻ സാധ്യതയുള്ള ഒരു കേസ്, പക്ഷേ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല, അതിന് സാധ്യതയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ. ഓക്കെ, ഈ 2 തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളാണ് ലോക് അദാലത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുക. പക്ഷെ അതിനൊരൊറ്റ കണ്ടീഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും കോമ്പൗണ്ടബിൾ കേസുകൾ മാത്രമേ, അത് ക്രിമിനൽ കേസുകളും ലോക് അദാലത്തിന് പരിശോധിക്കാം, സിവിൽ കേസുകളെല്ലാം പരിശോധിക്കാം. പക്ഷേ ക്രിമിനൽ കേസുകളുടെ കേസിൽ നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ ലോക് അദാലത്തിന് പരിഗണിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അതായത് നമുക്കൊരു നെഗോസിയേഷനിലൂടെ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലൂടെ സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ക്രിമിനൽ കേസുകൾ ഉണ്ടാകും. കൊലപാതകം പോലുള്ള കേസുകൾ അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ ലോക് അദാലത്തിന് പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ILOയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചാണ്.
സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ILOന്റെ ഇന്ത്യനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാര്യം ഇന്ത്യൻ ഗവൺമെന്റ് ഈ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ലോകത്തിലുടനീളമുള്ള തൊഴിലാളികളുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ILO എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി യുണൈറ്റഡ് നേഷൻസിനെക്കാട്ടും പഴക്കമുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. കാരണം 1919 ലീഗ് ഓഫ് നേഷൻസിന്റെ ഭാഗമായിട്ടാണ്, ട്രീറ്റി ഓഫ് വേഴ്സൈഡ് ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ആദ്യത്തെ അഫിലിയേറ്റഡ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ UN കീഴിലുള്ള ഒരേ ഒരു ട്രൈപാർട്ടൈറ്റ് UN ഏജൻസി കൂടിയാണ് ILO. ട്രൈപാർട്ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എംപ്ലോയേഴ്സ്, ഓക്കെ, അതുപോലെ എംപ്ലോയീസ്, അത് കൂടാതെ ഗവൺമെന്റുകൾ, ഈ മൂന്നിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനകത്ത് റെപ്രസെന്റഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ട്രൈപാർട്ടൈറ്റ് UN ഏജൻസി എന്ന് വിളിക്കാനുള്ള കാരണം. അപ്പൊ അത്തരത്തിലുള്ള ഒരേ ഒരു UN ഏജൻസിയാണിത്. അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് 1969 ഇവർക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നിലവിൽ 187 മെമ്പേഴ്സാണ് ILOക്കകത്തുള്ളത്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഇനി ഇന്ത്യയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ബന്ധം കൂടി മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് ഈ ILOയുടെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട 2 ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ആണ്. സോ ബേസിക്കലി ഈ ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ILOയുടെ പോളിസീസ് ഡിസൈഡ് ചെയ്യുക, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ആണ്. ഇത് എല്ലാ വർഷവും ജനീവയിലാണ് ഇവരുടെ മീറ്റിംഗ് നടക്കാറുള്ളത്. അപ്പോൾ ഇതിനെ ബേസിക്കലി ഇന്റർനാഷണൽ പാർലമെന്റ് ഓഫ് ലേബർ എന്നും വിളിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസ്, ഗവൺമെന്റുകൾ, ഇതിന്റെയൊക്കെ റെപ്രസെന്റേറ്റീവ്സ് ഈ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇവരുടെ ഈ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഇവരുടെ ഗവേണിംഗ് ബോഡി ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. അതിനെ ഗവേണിംഗ് ബോഡി എന്നാണ് വിളിക്കുക. സോ ബേസിക്കലി ILOന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഈ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇത് എല്ലാ വർഷവും 3 പ്രാവശ്യം ജനീവയിൽ വെച്ച് ഇവരുടെ മീറ്റിംഗ് നടക്കാറുണ്ട്. ഇനി ഇന്ത്യയും ILOയും തമ്മിലുള്ള ഒരു ബന്ധം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ILOന്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. അതുപോലെ തന്നെ ILOന്റെ ഗവേണിംഗ് ബോഡിക്കകത്ത് 1922 തൊട്ട് ഇന്ത്യ ഒരു പാർട്ടിസിപ്പന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന ഒരു 8 ഫണ്ടമെന്റൽ കൺവെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 8 കോർ കൺവെൻഷൻസ് ഉണ്ട്. അതിനകത്ത് 6 കൺവെൻഷൻസ് ആണ് ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ILOന്റെ 8 കൺവെൻഷൻസിൽ 6 മാത്രമേ ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പ്രിലിംസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ILOന്റെ എല്ലാ കൺവെൻഷൻസും ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അതില്ല, ഇന്ത്യ 2 കൺവെൻഷൻസ് ഇന്ത്യ ഇതുവരെ റാറ്റിഫൈ ചെയ്തിട്ടുള്ള 8 റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാറ്റിഫൈ ചെയ്ത 6 എന്ന് പറയുന്നത് ഒന്ന് ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ ആണ്, 2 അബോളിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ ആണ്, 3-ാമതായിട്ട് ഈക്വൽ റെമ്യൂണറേഷൻ കൺവെൻഷൻ, 4-ാമതായിട്ട് ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെന്റ് ഓക്യുപ്പേഷൻ കൺവെൻഷൻ ആണ്, 5-ാമതായിട്ട് മിനിമം ഏജ് കൺവെൻഷൻ ആണ്, 6-ാമത്തത് വേഴ്സ്റ്റ് ഫോംസ് ഓഫ് ചൈൽഡ് ലേബർ കൺവെൻഷൻ ആണ്. ഈ 6 കൺവെൻഷൻസും ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ റാറ്റിഫൈ ചെയ്യാത്ത 2 കൺവെൻഷൻസ് ഉണ്ട്. അത് ഏതാണെന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ് ടു ഓർഗനൈസ് കൺവെൻഷൻ 1948 ആണ്. 2-ാമത്തത് റൈറ്റ് ടു ഓർഗനൈസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് കൺവെൻഷൻ 1949 ആണ്. ഈ 2 കൺവെൻഷൻസും ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രൊജക്ട് ടൈഗറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പ്രൊജക്ട് ടൈഗർ ബേസിക്കലി നിങ്ങൾ എൻവയോൺമെന്റിനകത്ത് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ബേസിക്കലി ഇന്ത്യയിൽ ഈ പ്രൊജക്ട് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ഏകദേശം 5.5 ലക്ഷത്തോളം ട്രൈബൽസിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. ബേസിക്കലി ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു റൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അവരിപ്പോൾ ഈ ഗ്ലോബൽ ടൈഗർ ഡേയുടെ ഭാഗമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ പ്രൊജക്ട് ടൈഗറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ 1973 ഇന്ത്യയിലെ ടൈഗർ കൺസർവേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത്. സോ ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ന് മനസ്സിലാക്കുക. 2005 തൊട്ട് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ടൈഗറുകൾ, അതായത് ബംഗാൾ ടൈഗറുകളുടെ ഒരു വയബിൾ പോപ്പുലേഷൻ,
അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ബംഗാൾ ടൈഗേഴ്സിനെ എക്സ്റ്റിങ്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അതായത് വംശനാശം നേരിടാതെ അല്ലെങ്കിൽ വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് ഈ ഇന്ത്യയിലെ ടൈഗേഴ്സിന്റെ റേഞ്ചുകളിലുള്ള ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഹെറിറ്റേജ് ഒക്കെ ഉള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ട്, അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് 1973 ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. ഇനി പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ടൈഗർ റിസർവുകളൊക്കെ ഇപ്പോൾ കൺസേർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രഖ്യാപിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസിനെ കുറിച്ചാണ്. സോ ഇത് ബേസിക്കലി RBI വർഷാവർഷം റിലീസ് ചെയ്യുന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്രാവശ്യത്തെ ഈ റിപ്പോർട്ട് വന്നതിനെ കുറിച്ചുള്ള വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 13 സോ ബേസിക്കലി ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഈ റിപ്പോർട്ട്, ആരാണ് ഇത് റിലീസ് ചെയ്യുന്നത്. സോ ഇത് വർഷാവർഷം RBI പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. സോ ഇതൊരു ആനുവൽ റിപ്പോർട്ടാണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യൻ എക്കണോമി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയാറുള്ളത്. എല്ലാ വർഷത്തെയും റിപ്പോർട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് ഇന്ത്യൻ എക്കണോമിയുടെ ഓവറോൾ ഔട്ട്ലുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുക, ഒരു പെർട്ടിക്കുലർ തീം ഉണ്ടാവും, ആ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് പറയാറുള്ളത്. അപ്പൊ ഈ വർഷത്തെ ഈ റിപ്പോർട്ടിന്റെ തീം എന്ന് പറയുന്നത് ഇന്ത്യാസ് ഡിജിറ്റൽ റവല്യൂഷനെ കുറിച്ചാണ് ഈ വർഷത്തെ റിപ്പോർട്ടിന്റെ തീം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് വെനസ്വേലയെ കുറിച്ചാണ്. അപ്പോൾ വെനസ്വേലയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ റീസെന്റ് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വെനസ്വേലയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നത്. അപ്പോൾ അതിനകത്ത് വീണ്ടും ഈ വെനസ്വേലയിലെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദൂരോ വീണ്ടും ജയിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെതിരായിട്ട് ഒപ്പോസിഷൻ പാർട്ടീസും അതുപോലെ തന്നെ ഈ US പോലുള്ള വെനസ്വേലയുമായിട്ട് അത്ര നല്ല ബന്ധം ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. US വെസ്റ്റേൺ ബ്ലോക്കിൽ നിന്നുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്ത് ചില ഡൗട്ട്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ വീണ്ടും ഈ വെനസ്വേലയിൽ ചില സിവിൽ അൺട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോൺടാക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെനസ്വേല എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ കോസ്റ്റിലായിട്ട് നോർത്തേൺ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കരാക്കസ് ആണ്. ഓക്കെ, സോ ഇനി വെനസ്വേലക്കകത്തുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, ഇവരുടെ വെസ്റ്റേൺ സൈഡിലായിട്ടാണ് ആൻഡീസ് മൗണ്ടെയിൻ റേഞ്ചസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇലാനോസ് എന്ന് പറയുന്ന വാസ്റ്റ് പ്ലെയിൻസ് ഇവരുടെ സെൻട്രൽ റീജിയനിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സദേൺ ഏരിയയിലായിട്ട് ബ്രസീലൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിലൊക്കെ വരുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെനസ്വേലയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് പിക്കോ ബൊളിവാർ എന്ന് പറയുന്നത്. സോ വെനസ്വേലയിലെ ഹയസ്റ്റ് മൗണ്ടൻ ആണ് ഈ പിക്കോ ബൊളിവാർ എന്ന് പറയുന്നത്. ആൻഡീസ് മൗണ്ടൻ റേഞ്ചസിന്റെ ഭാഗമാണത്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും വലിയ പ്രൂവൺ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വെനസ്വേല. ഇപ്പോൾ അമേരിക്കക്കൊക്കെ വെനസ്വേലയിലുള്ള പ്രധാനപ്പെട്ട താല്പര്യം ഇതാണ്, ഇവിടുത്തെ പ്രൂവൺ ഓയിൽ റിസർവ് ആണ് ഒന്ന്. ഇപ്പോൾ സൗദി അറേബ്യനെക്കാട്ടിലും കൂടുതൽ പ്രൂവൺ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല എന്ന് പറയുന്നത്. അതുകൂടാതെ വലിയ രീതിയിലുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ്, പ്രഷസ് ഒക്കെ ആയിട്ടുള്ള വളരെ വലിയ മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വെനസ്വേലയിലുള്ള പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് ലേക്ക് മറാക്കൈബോ എന്ന് പറയുന്നത്. ഈ വെനസ്വേലയിലെ ലാർജസ്റ്റ് ലേക്കാണിത്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ലേക്കാണിത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസിക്കലി ഈ ഒരു ലേക്ക് മറാക്കൈബോന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മേഖലയിൽ കാണുന്ന ഒരു കാറ്റാട്ടുംബോ ലൈറ്റ്നിങ് ഫിനോമിന ഉണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേക്കാണ് ഈ ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഫ്രീക്വന്റ് ആയിട്ട് തണ്ടർസ്റ്റോംസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് ഈ കാറ്റാട്ടുംബോ ലൈറ്റ്നിങ് ഫിനോമിന എന്ന് പറയുന്നത്. ഇനി വെനസ്വേലയുടെ അതിർത്തി രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നോർത്തിലായിട്ടുള്ളത് കരീബിയൻ സീ ആണ്. അതുപോലെ തന്നെ സൗത്തിലായിട്ട് ബ്രസീല്, ഈസ്റ്റിലായിട്ട് ഗയാന ഉണ്ട്, വെസ്റ്റിലായിട്ട് കൊളംബിയ ഉണ്ട്. ഓക്കെ, ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് വെനസ്വേല അതിർത്തി പങ്കിടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.